തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് റൂമിന്റെ അവസ്ഥ ശ്രദ്ധിച്ചത്. അൺബോക്സ് ചെയ്യാതെ കൂട്ടി വെച്ചിട്ടുള്ള ഒരുപാട് കൊറിയറുകളും അതേപോലെ തന്നെ മോള് വലിച്ചിട്ടുള്ള കുറെ സാധനങ്ങളും കൊണ്ട് റൂം അലങ്കോലായിട്ട് കിടക്കായിരുന്നു. എത്ര ഒതുക്കി വെച്ചാലും അവസാനം റൂം ഇങ്ങനെ തന്നെ മോൾ ആക്കിയിടുന്ന അറിയാമെങ്കിൽ പോലും പെട്ടെന്ന് ചെറിയൊരു ക്ലീനിങ് പരിപാടി അങ്ങ് തുടങ്ങി. വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ക്ലീനിങ്ങിന് നിന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് കുളിച്ചിട്ട് വേണം രാത്രിക്കകത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ഒരു കൊറിയർ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പൊ അതിന് പോലും ടൈമില്ല കേട്ടോ. ഇനിയിപ്പോ ഓരോന്ന് പൊട്ടിച്ച് വെക്കണം. അതിൽ നിന്ന് വേണം നല്ലത് സെലക്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾ ഉണ്ടായതിനു ശേഷം ഏറ്റവും അത്യാവശ്യമുള്ളത് ബെഡ്ഷീറ്റ് തന്നെയാണ്. കാരണം ഒരു ദിവസം വിരിച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് അവൾ എന്തെങ്കിലും ഒരു ചളി ആക്കിയിട്ടുണ്ടാവും. അത് പിന്നെ മാറ്റി വിരിക്കണം. സാഹചര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ബെഡ്ഷീറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൂടെ വിരിച്ചു കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞു കേട്ടോ. മുമ്പ് ഒരു ബെഡ്ഷീറ്റ് സെറ്റ് വാങ്ങിയതിന് ശേഷം ഇതുപോലെ ബ്ലാങ്കറ്റ് വരുന്ന മാത്രമാണ് നോക്കി വാങ്ങാറുള്ളത്. കാരണം അത് കാണാൻ നല്ല ഭംഗിയാണ്, ഒരു വൃത്തി ഉണ്ടാവും റൂമിന്. പിന്നെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാൻ പറ്റുമോ എന്നുള്ളത്. ഇതിന്റെ പോളിസി ഒന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ മെഷീനിലാണ് കഴുകാറുള്ളത്. എന്താണെങ്കിലും റൂമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കുളിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. ഇന്ന് രാത്രിക്കത്തെ സ്പെഷ്യൽ പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. കൂട്ടത്തിൽ ചോറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഏട്ടനൊക്കെ കൊണ്ടു കൊടുത്തു. ഷെഡിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബെഡ്ഷീറ്റിന്റെ ലിങ്ക് മോളായിട്ട് കൊടുക്കുന്നുണ്ട്.